മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പരിസര പഠന പാഠ്യപദ്ധതി എന്ന് പറഞ്ഞ പാഠഭാഗമാണ്. എന്താണ് ഈ പരിസര പഠന പാഠ്യപദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാലോ, ഒരു പരിസര പഠനം എന്ന് പറഞ്ഞ വിഷയം എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതികൾ അതിൻ്റെ അകത്ത് അവലംബിക്കണം, അഥവാ കുട്ടികൾക്ക് ഈ പറഞ്ഞ പരിസര പഠനത്തോടൊരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നുവാനായിട്ട് നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ശാസ്ത്ര വിഷയത്തിൽ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് എവിടെ വരേണ്ടത്? ഈ പറഞ്ഞ പരിസര പഠന പാഠ്യപദ്ധതി വരേണ്ടത്. ഇതിനകത്ത് ചോദ്യം ചോദിക്കുന്ന ഒരു 1-2 പാർട്ടുണ്ട്, അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം. അപ്പോൾ അത് പ്രത്യേകം എഴുതി വെക്കണം. ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി, അങ്ങനെ കുത്തിയിരുന്ന് കാണാൻ പഠിക്കണമെന്നില്ല കേട്ടോ. ഓക്കെ, നോക്കിയേ, പരിസര പഠന പാഠ്യപദ്ധതി. ഇവിടെ 2-3 സെൻറ്റൻസ് നമുക്ക് നോക്കണം. കണ്ടോ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് പഠിക്കാനുള്ള നൈസർഗികമായ കഴിവുകളോടെയാണ് കുട്ടി ജനിക്കുന്നത്. എവിടെ നിന്നാണ് അത് പറഞ്ഞത്? ഏത് തിയറിയിൽ നിന്നത് പറഞ്ഞത്? നമ്മൾ ഈ ഒരു തിയറി കേട്ടിട്ടുള്ളത് അല്ലേ? ജ്ഞാനേന്ദ്രിയങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും പഠിക്കാനായിട്ടുള്ള കഴിവുകളൂടെയാണ് കുട്ടി ജനിക്കുന്നത്. ഏത് ആൾക്കാർ പറഞ്ഞ തിയറി അത്? സൈക്കോളജിക്കകത്ത് ഞാൻ തന്നെ പഠിപ്പിച്ചതാ. ആര് പറഞ്ഞ തിയറി അത്? ഓർമ്മയുണ്ടോ? ജ്ഞാനനിർമ്മിതിവാദം. കണ്ടോ, കറക്റ്റാണ്. നമ്മൾ പഠിച്ചില്ലായിരുന്നോ? സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം, അതുപോലെ തന്നെ ജ്ഞാനനിർമ്മിതിവാദം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതായത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും, അതായത് നമ്മുടെ സമൂഹവുമായി ഇടപെട്ടുകൊണ്ട് എന്താണ് നൈസർഗികമായിട്ടുള്ള കഴിവുകളോടെയാണ് കുട്ടി ജനിക്കുന്നത്. എന്താണ് നൈസർഗികമായ കഴിവുകൾ എന്ന് പറഞ്ഞാൽ? നാനാ വിധത്തിലുള്ള കഴിവുകളോടെയാണ് കുട്ടി ജനിക്കുന്ന അർത്ഥം. ഇനിയും ഇവിടെ കണ്ടോ, ലോകത്തെ പുതിയ രീതിയിൽ നോക്കിക്കാണാനും മനസ്സിലാക്കാനും ഇടപെടാനും വിലയിരുത്താനുമുള്ള സാധ്യതകളാണ് വിദ്യാലയത്തിലെ ഔപചാരിക പഠനം വഴി കുട്ടിക്ക് ലഭിക്കുന്നത്. കണ്ടോ, ഇവിടെ എടുത്തു പറയുന്നുണ്ടോ, ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായ പഠന രീതിയാണ് പാഠ്യപദ്ധതിയുടെ ആധാരം. ഇത് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സൈക്കോളജി വൈസ് ചോദ്യം ചോദിക്കുന്നതാണ്. ഇതിൽ നിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ടായത് ഇന്നത്തെ പാഠ്യപദ്ധതിയുടെ ആധാരം ഏത് രീതിയിൽ അധിഷ്ഠിതമാണ്? ഏത് രീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളത്? ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇന്നത്തെ പാഠ്യപദ്ധതി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ്? ഓർമ്മയുണ്ടോ? ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ്? 3-4 പേരുണ്ട്. പിയാഷെ, ബ്രൂണർ, പിന്നെ കഴിഞ്ഞോ? വിഗോസ്കി. ഓക്കെ, ഇവരാണ് നമ്മുടെ ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിയുടെ ആധാരം. കണ്ടോ, സൈക്കോളജി കയറി വരുന്നുണ്ടോ? ആണ് പറഞ്ഞത്, സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനിയും വൈവിധ്യമാർന്ന പഠന പ്രവർത്തനങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള അന്വേഷണം കുട്ടികളിൽ നമ്മൾ നടത്തണം. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കണ്ടോ, കുട്ടിയുടെ പ്രായവും പ്രകൃതവും അനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്? കുട്ടികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒഴുക്കുവാൻ. അത് നമ്മൾ പഠിച്ചില്ലേ, എന്താണ് സൈക്കോളജിക്കകത്ത് നമ്മൾ ഉണ്ടായിരുന്നില്ല. അതായത് കുട്ടിയുടെ പ്രായത്തിനും അതുപോലെ തന്നെ പ്രകൃതത്തിനും അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വേണം നമ്മൾ ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് വേണ്ടി ഒഴുക്കുവാനായിട്ട് കേട്ടോ. അപ്പം ആ ഒരു കാര്യമാണ് ഇവിടെ പാഠ്യപദ്ധതിയുടെ പരിസര പഠന പാഠ്യപദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ചുറ്റുപാടിൽ നിന്നും വീട്ടിൽ നിന്നും പരിസരത്ത് നിന്നും സ്കൂളിൽ നിന്നും എല്ലാം കുട്ടികൾ പ്രകൃതിയെപ്പറ്റി അറിയുകയും അതുപോലെ തന്നെ പ്രകൃതിയിലെ പുതിയ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കുകയും അവയെപ്പറ്റി ആഴത്തിലുള്ള ധാരണകൾ ലഭ്യമാകുകയും ചെയ്യുന്നതാണ് പരിസര പഠന പാഠ്യപദ്ധതി. അങ്ങനെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. അത് നമുക്ക് തന്നെ മനസ്സിലാലോചിച്ചാലും കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. സോ അത് നമ്മൾ പറയാതെ പോയതാണ് കേട്ടോ. പിന്നെ ഇവിടെ പഠിക്കേണ്ട പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് കേട്ടോ, പരിസര പഠന പാഠ്യപദ്ധതിയുടെ സവിശേഷതകൾ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പരിസര പഠന പാഠ്യപദ്ധതിയുടെ സവിശേഷതയിൽ പെടുന്നതേത്, അല്ലെങ്കിൽ പരിസര പഠന പാഠ്യപദ്ധതിയുടെ സവിശേഷതയിൽ പെടാത്തതേത് എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ സ്ഥിരമുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ഷുവറായിട്ട് ചോദിക്കും. സോ നോക്കിക്കേ, ഏതൊക്കെയാണ് പരിസര പഠന പാഠ്യപദ്ധതിയുടെ സവിശേഷതയിൽ പെടുന്നത്? 1, പ്രക്രിയാബന്ധിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ പറയില്ല. അതായത് ഒരു പ്രക്രിയ കഴിഞ്ഞു അടുത്ത പ്രക്രിയ, അതിനുശേഷം അടുത്ത പ്രക്രിയ, അങ്ങനെ ഒരു സ്റ്റെപ്പ് വൈസാണ് എന്ത് പോകുന്നത്? നമ്മുടെ പരിസര പഠന പാഠ്യപദ്ധതി പോകുന്നത്. അടുത്തത് പ്രവർത്തനാധിഷ്ഠിതം, അതായത് ലേണിംഗ് ബൈ ഡൂയിങ്, അല്ലെങ്കിൽ പ്രവർത്തിച്ച് പഠിക്കുക എന്ന് പറയുന്ന ആശയമാണ് പരിസര പഠന പാഠ്യപദ്ധതിയിലുള്ളത്. അടുത്തത് ശിശു കേന്ദ്രീകൃതം. നമുക്കറിയാലോ, കുട്ടികൾക്ക് സ്വയമേ വായിച്ച് മനസ്സിലാക്കാനും അവർക്ക് കൂടുതൽ അവരോടുള്ള സമീപനമായിട്ട് വെച്ചുകൊണ്ടാണ്, അതായത് കുട്ടികളുടെ ഭാഷയിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ പാഠ്യപുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? ക്രമീകരിച്ചിട്ടുള്ളത്. അടുത്തത് പരിസരബന്ധിതം എന്ന് പറഞ്ഞാൽ അവരായിരിക്കുന്ന പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി അവർ കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള
പരിസരവുമായിട്ട് കണക്ട് ചെയ്താണ് എന്ത് പറയുന്നത് പാഠ്യപദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ പ്രാദേശിക സാധ്യത പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രദേശവുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ എന്താണ് വാർത്തകളിലൂടെയും വിനിമയത്തിലൂടെയും ഒക്കെ കേട്ടറിവുള്ള കാര്യങ്ങളുമാണ് എവിടെ വരുന്നത്, നമ്മുടെ പരിസര പഠന പാഠ്യപദ്ധതിയിലുള്ളത്. പിന്നെ ചാക്രികാരോഹണ രീതി ആരുടെയായിരുന്നു ആ രീതി, സൈക്കോളജിക്കകത്ത് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ചാക്രികാരോഹണ രീതി ആരുടെയാ? ജെറോം എസ് ബ്രൂണർ. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ പറഞ്ഞില്ലേ സ്പൈറലിംഗ് മെത്തേഡ്, അതായത് ഒരു ക്ലാസ്സിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുന്നത്. അതും പരിസര പഠന പാഠ്യപദ്ധതിയുടെ സവിശേഷതയാണ്. പിന്നെയാണ് ജീവിത നൈപുണ്യ വളർത്തുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചില നൈപുണികൾ ഈ പറഞ്ഞ പരിസര പഠന പാഠ്യപദ്ധതി കുട്ടികൾക്ക് കിട്ടേണ്ടതുണ്ട്. സപ്പോസ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുക, വരും തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുക, പ്രകൃതി മലിനമാക്കാതിരിക്കുക, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, മരങ്ങൾ നടുക, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എന്താണ്, ജീവിത നൈപുണികൾ വളർത്തുന്നതാണ്. പിന്നെ അന്വേഷണത്തിനും കണ്ടെത്തലിനും സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒബ്സർവേഷനോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് പയർ മുളച്ച് എന്താണ് ആദ്യത്തെ ഇല വരുന്നത് എത്ര ദിവസം കൊണ്ടാണ്, അല്ലെങ്കിൽ വിത്ത് മുളച്ച് സസ്യമാകുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ഏത് ഭാഗമാണ് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ എന്താണ് ഉത്തരം പറയേണ്ടത്, നമുക്ക് ഈ പറഞ്ഞ പോലെ അന്വേഷണത്തിനും കണ്ടെത്തലിനും പരീക്ഷണത്തിനും ഒക്കെ വകയൊരുക്കുന്നതാണത് കേട്ടോ. ഇനിയും അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, വിത്ത് മുളച്ച് സസ്യമാകുമ്പോൾ അതിൽ ആദ്യം വരുന്ന പാർട്ട് എന്താണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് വിത്ത് മുളച്ച് സസ്യമാകുമ്പോൾ അതിൽ ആദ്യം വരുന്നത് എന്താണ്, എന്നതാ ആദ്യം വരുന്നത് അറിയത്തില്ലേ? നമ്മൾ പയറൊക്കെ കിളിപ്പിക്കാൻ എടുത്തില്ലേ, പയറൊക്കെ കിളിപ്പിക്കാൻ ഇട്ട് കഴിയുമ്പോൾ അതിൽ നിന്നൊരു വെള്ള സാധനം പുറത്തേക്ക് വരത്തില്ല, എന്നതാ അതിൻ്റെ ആദ്യം പുറത്തേക്ക് വരുന്നത്? ബീജമൂലം എന്ന് പറഞ്ഞാൽ എന്നതാ? ബീജമൂലം എന്ന് പറഞ്ഞാൽ എന്നതാ? എന്നാ ബീജമൂലം എന്ന് പറഞ്ഞാൽ? പരീക്ഷയുടെ കറക്റ്റ് ആൻസർ ആൽബിൻ പറഞ്ഞത് ബീജമൂലമാണ്. എന്ന് പറഞ്ഞാൽ എന്നാ സാധനം, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ സാധനം എന്നാ? ബീജമൂലം എന്ന് പറയുന്ന സാധനം എന്നാ? അതിൻ്റെ റൂട്ട്, വേര് കേട്ടോ. ബീജമൂലം അഥവാ റൂട്ടാണ് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. പരീക്ഷാ പേപ്പറിൽ കാണുന്നത് ബീജമൂലം എന്നായിരിക്കും കേട്ടോ. ബീജമൂലം, ബീജശീർഷം എന്നൊക്കെ പറഞ്ഞായിരിക്കും പരീക്ഷാ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ്? റൂട്ട് മണ്ണിലേക്ക് താഴ്ന്നതിന് ശേഷം മാത്രമേ എന്ത് വരത്തുള്ളൂ, ഇലകൾ അതിലേക്ക് വരത്തുള്ളൂ. എങ്കിൽ മാത്രമേ സസ്യങ്ങൾ സ്വമേധയാ ഭക്ഷണം പാകം ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് പ്രോസസ് അവിടെ നടക്കുകയുള്ളൂ കേട്ടോ. പിന്നെയുള്ളതാണ് പഠന നേട്ടം ഉറപ്പാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ലേണിംഗ് ഔട്ട്കം അവിടെ ഉറപ്പാക്കുന്നതായിരിക്കണം പഠന നേട്ടം. ഇപ്പം ജീവികളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ്, നടക്കുന്ന ജീവിയുണ്ട്, എഴയുന്ന ജീവിയുണ്ട്, മരത്തിൽ കയറുന്ന ജീവികളുണ്ട്, ഇങ്ങനെ വൈവിധ്യമാർന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞ ആശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. ഇനിയും സ്വയം വിലയിരുത്തുന്ന സഹായകം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സ്വയമേ വിലയിരുത്താം. എനിക്ക് ഈ കണ്ടൻറ്റ് കിട്ടിയോ ഇല്ലയോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം മനസ്സിലായോ ഇല്ലയോ, അതിൻ്റെ ശാസ്ത്രീയ രീതി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സ്വയം വിലയിരുത്താൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഉദ്ഗ്രേത സമീപനം, ഓർക്കുന്നില്ല എന്നതാണ് സൈക്കോളജിക്കകത്തും പഠിച്ചത്, എന്താണ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്, അതായത് ഒന്നൊന്നിനോട് ബന്ധിപ്പിച്ച് പഠിക്കുക, അതിന് പറയുന്ന പേരാണ് ഉദ്ഗ്രേത സമീപനം എന്ന് പറയുന്നത്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പരിസര പഠന പാഠ്യപദ്ധതിയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. സോ ഓർത്തിരിക്കുക, പരിസര പഠന പാഠ്യപദ്ധതി സവിശേഷത എന്ന് പറഞ്ഞാൽ കുട്ടികളിലേക്ക് ഈ പറഞ്ഞ പരിസര പഠന പാഠങ്ങൾ എങ്ങനെ നമ്മൾ എത്തിക്കുന്നുവോ അതിന് പറയുന്ന പേരാണ് പരിസര പഠന പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. അതിനകത്തുള്ളതാണ് പ്രക്രിയാബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം, ചാക്രികാരോഹണം, പ്രാദേശിക സാധ്യതയുള്ളത്, പിന്നെ ജീവിത നൈപുണ്യം വളർത്തുന്നത്, അന്വേഷണത്തിലും കണ്ടെത്തലിനും ഒക്കെ സഹായിക്കുന്നത്, പഠന നേട്ടം ഉറപ്പാക്കുന്നത്, സ്വയം വിലയിരുത്തുന്നത് സഹായിക്കുന്നത്, ഉദ്ഗ്രഥന സമീപനം, പരീക്ഷണ രീതി അവലംബിക്കുന്നത്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും അതിനകത്ത് വരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്താണ്, പരിസര പഠന പാഠ്യപദ്ധതിയുടെ സവിശേഷതകളാണ്. ഇനിയും ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് എഴുതുവാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഇവിടെ എടുത്ത് പറയുകയാണ്. ഇത് വായിക്കണമെന്നില്ല, പക്ഷേ പരിസര പഠന പാഠ്യ സവിശേഷതകൾ ഓരോ നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ പ്രക്രിയാബന്ധിതം അതിനെ എടുത്ത് പറയുന്നുണ്ടോ, പ്രവർത്തനാധിഷ്ഠിതം അതിനെ എടുത്ത് പറയുന്നു, ശിശു കേന്ദ്രീകൃതം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ. ഇനിയും പരിസരബന്ധിതം, ചാക്രികാരണം കണ്ടോ ഇവിടെ വരുന്നുണ്ടോ, ജെറോം എസ് ബ്രൂണറിൻ്റെ ചാക്രികാരണം എന്ന് പറഞ്ഞ രീതി, അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. പിന്നെ പ്രാദേശിക സാധ്യത, പിന്നെ ജീവിത നൈപുണികൾ, പിന്നെ ഉദ്ഗ്രേത സമീപനം, ഇതിലൂടെയാണ് കുട്ടികളുടെ പരിസര പഠന പാഠ്യപദ്ധതി എന്താണ് സമീപനങ്ങൾ ലക്ഷ്യമുള്ളത്. ഇനിയും ഇവിടെ നോക്കിയാൽ ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. വിജ്ഞാന മേഖല അതുപോലെ തന്നെ
പ്രക്രിയ മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സയൻസിൻ്റെ അകത്ത് കുട്ടികളെ നമ്മൾ ശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ 2 മേഖലയിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കണം കേട്ടോ. ആ മുൻതൂക്കം കൊടുക്കേണ്ട 2 മേഖലകളാണ്, ഒന്ന് വിജ്ഞാന മേഖലയും 2 പ്രക്രിയ മേഖലയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ് വിജ്ഞാന മേഖല എന്ന് പറഞ്ഞാൽ? കണ്ടോ, സാമൂഹിക ചുറ്റുപാട്, പ്രപഞ്ച പ്രതിഭാസങ്ങൾ, അവ തമ്മിലുള്ള ബന്ധം, അവയുടെ വിശദീകരണം, സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, പൊതു നിയമങ്ങളും അവയുടെ നിറവേറ്റലും തുടങ്ങിയവ വിജ്ഞാന മണ്ഡലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാൻ പരിസ്ഥിതി പഠനം സഹായിക്കുന്നു. ഇനിയും ഈ പറഞ്ഞ വിജ്ഞാന മേഖല എങ്ങനെ നമുക്ക് കുട്ടികളിൽ കൊണ്ടു ചെല്ലാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കുട്ടികളിൽ ഉളവാക്കാം, അതിനാണ് ഈ പറയുന്നുണ്ടോ പരീക്ഷണ രീതി, പിന്നെ ചർച്ച, സംവാദം, പ്രൊജക്റ്റ് പ്രവർത്തനം, റിഫറൻസ് തുടങ്ങിയവ ഈ വിഭാഗത്തിലുള്ള ധാരണകളാണ്. ഒരു മിനിറ്റ് അച്ഛാ. ഹലോ, സുഖമായിട്ടിരിക്കുന്നു അച്ഛാ. ആണോ? അവളിതിരെ കയറിയില്ല ഒരിടത്തും. ആ ഹാ, പഠിപ്പിക്കും, കുഴപ്പമില്ല, എടുക്കുന്ന. ആ ഓക്കെ. ആണോ? വരാൻ ഇപ്പോൾ അവൾക്ക് കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ഇപ്പോൾ ഇവിടുത്തെ കയറിയിട്ടില്ലല്ലോ. ആ ഹലോ അച്ഛാ. പെണ്ണേ, ഇതൊന്ന് എടുത്തടി, ഇതൊന്ന് കോൾ അറ്റൻഡ് ചെയ്തേ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ബാക്കി കാര്യങ്ങൾ സംസാരിക്കേ, ഇപ്പോൾ വിളിക്കായിരിക്കും കേട്ടോ. ഡാൻസൊക്കെ അറിയാമെന്ന് പറ ചുമ്മാ കേട്ടോ. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഒരു കോൾ വന്നു കേട്ടോ, സോറി. കേൾക്കാമല്ലോ? കേൾക്കുന്നില്ലേ? ആ ഓക്കെ. ആ അപ്പോൾ നോക്കിക്കേ, നമ്മുടെ വിജ്ഞാന മേഖല നമുക്കെങ്ങനെ കുട്ടികളിൽ ഊട്ടി ഉറപ്പിക്കാം എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പരീക്ഷണ. ഒരു മിനിറ്റ് അച്ഛാ. ഹലോ, റേഞ്ച് കട്ടായിപ്പോയി. ഞാനേ കേറ്റിൻ്റെ ക്ലാസ്സിലായിരുന്നു. ആ ഓക്കെ അച്ഛാ. എന്നാൽ ആരാ? ജിൻസി മിസ് വിളിച്ചായിരുന്നു എന്നെ. ജിൻസിമ വിളിച്ചായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഈ കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ആ ഹാ ഹാ, ഇല്ല കയറിയില്ല. നമുക്ക് തന്നെ കുഴപ്പം. ആ ഹാ, ആ ഓക്കെ. ആ ഓക്കെ. ആ ഹാ, ആർട്സ് ഡേ എന്നാ വെച്ചാൽ? ആ ഓക്കെ. ആർട്സ് ഡേ എന്നാ വരുന്നത്? എനിക്ക് 6-ന് ക്ലാസ്. ആ എനിക്ക് ക്ലാസ് കാണും. ആ ആ അവൾക്ക് ഇത് ഡാൻസ് പാട്ടൊക്കെ അറിയാവുന്ന. ആ ആ ഓക്കെ അച്ഛാ, താങ്ക് യു. ആ ഓക്കെ ഓക്കെ. അപ്പം കേൾക്കാമല്ലോ, കുഴപ്പമില്ലോ. ഈ കോളൊരു എമർജൻസി കോളാണ്ട് അറ്റൻഡ് ചെയ്തേണ്ടി വന്നു കേട്ടോ. ഓക്കെ, സോറി. അപ്പം വിജ്ഞാന മേഖല എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ പരിസര പഠന പാഠ്യപദ്ധതി നമ്മൾ, അല്ലെങ്കിൽ പരിസര പഠനം എന്ന് പറയുന്ന വിഷയം കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ അവരിൽ ഉളവാകേണ്ട എന്ന് പറഞ്ഞാൽ അവരിൽ കാണപ്പെടേണ്ട 2 മൂല്യങ്ങളാണ് ഈ പറഞ്ഞ വിജ്ഞാന മേഖലയും അതുപോലെ തന്നെ പ്രക്രിയ മേഖലയും. ആ വിജ്ഞാന മേഖലയെ എങ്ങനെ നമുക്ക് പരിപോഷണപ്പെടുത്താം, അല്ലെങ്കിൽ ആ വിജ്ഞാന മേഖലയെ എങ്ങനെ നമുക്ക് കുട്ടികളിൽ കൂട്ടി എടുക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന പരീക്ഷണ നിരീക്ഷണങ്ങൾ, ചർച്ച, ധാരണ, സംവാദം, പ്രൊജക്റ്റ് പ്രവർത്തനം, റെഫറൻസ് എന്നിവ. ശരിയല്ലേ പറഞ്ഞത്? അതായത് കുട്ടികളുടെ നോളേജ് കൂട്ടുവാനായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് വരും. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് വരും നമ്മുടെ
വിജ്ഞാന മേഖലയ്ക്കകത്ത് വരും. എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു അറിവ് കിട്ടുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അതെന്താണ്? വിജ്ഞാന മേഖലയാണ്. കണ്ടോ? അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അതായത് പരീക്ഷണം ചെയ്യുമ്പോൾ എന്നാ കിട്ടും? പുതിയതായിട്ടൊരു അറിവ് കിട്ടും. അല്ലെങ്കിൽ തെറ്റ് പറ്റുമ്പോൾ മനസ്സിലാവും, അയ്യോ ഈ രീതിയെയും അവലംബിച്ചാൽ ശരിയാവില്ല. അല്ലെങ്കിൽ ശരിയായിട്ട് കിട്ടിയാൽ അവർക്ക് മനസ്സിലാവും, എന്താണ്, ഈ രീതിയുമായി മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് അങ്ങനെ കുട്ടികൾ സ്വയമേ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ, ശരിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ വെക്കുമ്പോൾ എന്താണ് ഗുണം? നമ്മുടെ ഒരു അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അത് ശരിയാകാം, തെറ്റാകാം. അങ്ങനെ ശരിയാണെങ്കിൽ അതിനെ ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ, അതിന് കൂട്ടിച്ചേർക്കലുകൾ നടത്താനും, ഇൻ കേസ് നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിനെ തിരുത്തുവാനുമുള്ള അവസരം എവിടെ നടക്കും? നമ്മുടെ ഈ പറഞ്ഞ സംവാദം, ചർച്ചയിൽ നടക്കും. അതുപോലെ തന്നെ പ്രൊജക്റ്റ് പ്രവർത്തനങ്ങളും റെഫറൻസുകളും എല്ലാം എന്താണ്? കുട്ടികളുടെ നോളേജിനെ കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, വിജ്ഞാന മേഖല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് അറിവ് ലഭിക്കുന്ന അല്ലെങ്കിൽ അറിവ് കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതെല്ലാം വിജ്ഞാന മേഖലയ്ക്കകത്ത് വരും കേട്ടോ. അതാണ് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തേതാണ് പ്രക്രിയാ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രക്രിയാ മേഖല എന്ന് പറഞ്ഞാൽ പ്രോസസ് ഡൊമൈൻ എന്ന് പറയും. അതായത് ഒരു പ്രത്യേക ഫലം, കണ്ടോ, അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒരു പ്രത്യേക ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അഥവാ പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന നടപടിക്രമങ്ങളുടെ ഒരു ശ്രേണിയാണ് പ്രക്രിയ എന്ന് പറയുന്നത്. കണ്ടോ, രണ്ടും നമ്മൾ വ്യത്യാസം കണ്ടോ? മറ്റേതിനകത്ത് എന്താ കുഴപ്പം? മറ്റേതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതിയായിരുന്നു വിജ്ഞാന മേഖലയ്ക്കകത്ത്. പക്ഷേ പ്രക്രിയ മേഖലയ്ക്കകത്ത് എന്താണ്? ഒരു പ്രത്യേകമായിട്ടൊരു റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു എയിം ഉണ്ട്. ഇപ്പോൾ എൻ്റെ എയിം എന്ന് പറഞ്ഞത്, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നിരീക്ഷണ പാടവം മാത്രം വളർത്തുക, അല്ലെങ്കിൽ കുട്ടികളിൽ നിരീക്ഷണ പാടവം എന്ന് പറഞ്ഞ സ്കില്ല് കൊണ്ടുവരിക. അതെന്താണ്? ഈ പറയുന്ന പ്രക്രിയാ മേഖലയ്ക്കകത്ത് വരുന്നത്. അതായത് പ്രക്രിയാതലത്തിലുള്ള കാര്യങ്ങൾ. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ. കണ്ടോ, ഒരു പ്രത്യേക ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യം നമ്മൾ നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന നടപടിക്രമങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രോസസ്സ് അഥവാ പ്രക്രിയ എന്ന് പറയുന്നത്, അല്ലേ? പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? പ്രോസസ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ, അല്ലേ? അപ്പം പ്രക്രിയാ മേഖല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫലം അല്ലെങ്കിൽ പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന നടപടിക്രമങ്ങളുടെ ഒരു ശ്രേണിയാണ് എന്ന് പറഞ്ഞത് പ്രക്രിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനിയും ആശയങ്ങളുടെയും തെളിവുകളുടെയും കണ്ടെത്തലുകളും അവ ശേഖരിച്ച് വിശകലനം ചെയ്ത് നിഗമനത്തിലെത്തുകയും ചെയ്യുന്ന പ്രക്രിയയുടെ ഭാഗമായ വിവിധ ശേഷികളാണ് എന്തെന്ന് പറയുന്നത്? പ്രക്രിയാശേഷികൾ. ഈ പ്രക്രിയാശേഷികൾ അഥവാ പ്രോസസ് സ്കിൽസ് നിങ്ങൾ പഠിക്കണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗണിതത്തിലും ശാസ്ത്രത്തിലും, അതായത് നമ്മുടെ കേറ്ററ്റിലുള്ള മാത്സിലും അതുപോലെ തന്നെ EVSലും അല്ലെങ്കിൽ സയൻസിലും പ്രോസസ് സ്കിൽസ് സെയിമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരിടത്ത് പ്രോസസ് സ്കിൽ പഠിച്ചാൽ മതി, അപ്പുറത്ത് നിങ്ങൾക്ക് പോയി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓർത്തിരിക്കുക, പ്രോസസ് ഡൊമൈൻ്റെ അകത്ത് അല്ലെങ്കിൽ പ്രക്രിയ മേഖലയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ നേടേണ്ട എന്തെങ്കിലും ഒരു പ്രത്യേക ഫലം അല്ലെങ്കിൽ ലക്ഷ്യത്തെ നമ്മൾ മുൻനിർത്തി നടപടിക്രമങ്ങൾ നടത്തുന്നു. അതിന് പറഞ്ഞ പേരാണ് പ്രക്രിയ മേഖല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ആ മേഖലയ്ക്കകത്തുള്ള ശേഷികൾ, അല്ലെങ്കിൽ ഏതൊക്കെ ശേഷികളാണ് ഈ പറയുന്ന പ്രക്രിയ മേഖല വഴി നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്? നോക്കിക്കേ, പ്രക്രിയാശേഷികൾ കണ്ടോ, ഈ താഴെ പറയുന്നുണ്ടോ? നിരീക്ഷിക്കൽ, വർഗീകരിക്കൽ, അളക്കൽ എന്ന് പറഞ്ഞ ഈ ഒരു കോളം മാത്രം നോക്കിയാൽ മതി. ഈ കോളം നമുക്ക് എവിടെ യൂസ് ചെയ്യാം? നമ്മുടെ ഗണിതത്തിൽ യൂസ് ചെയ്യാം കേട്ടോ. ഗണിതത്തിൽ വരുന്ന പ്രക്രിയാശേഷികളും സെയിം ആണ്, യാതൊരു വ്യത്യാസവുമില്ല. കാരണം പ്രക്രിയാശേഷികൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരു അളവ് നമുക്ക് തരുന്നതാണ്, അല്ലെങ്കിൽ ഒരു വാല്യൂ നമുക്ക് തരുന്നതാണ്. അതിന് മാറ്റമൊന്നും വരത്തില്ല. സബ്ജക്റ്റുകൾ അനുസരിച്ച് അതിൻ്റെ കോറിന് മാറ്റം വരും, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിന് മാറ്റം വരും കേട്ടോ. അപ്പോൾ അത്രയും ഓർത്തിരുന്നാൽ മതി. അതായത് ശാസ്ത്രത്തിലും ഗണിതത്തിലുമുള്ള പ്രക്രിയാശേഷികൾ സെയിം ആണ് കേട്ടോ. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. സോ ഇപ്പം നിങ്ങളോട് ചോദിക്കുവാണ്, ഗണിതത്തിലെ പ്രക്രിയാശേഷികൾ പെടുന്നതേത്? ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഗണിതത്തിലെ പ്രക്രിയാശേഷികൾ പെടാത്തതേത്? ശാസ്ത്ര സംബന്ധമുള്ള ഒരു കുട്ടിയുടെ പ്രക്രിയാശേഷികളിൽ പെടുന്നതേത്? ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള ഒരു കുട്ടിയുടെ പ്രക്രിയാശേഷികൾ പെടാത്തതേത് എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ വെച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കണം. ഏതൊക്കെയാണ് പ്രക്രിയാശേഷികളെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. 1 നിരീക്ഷണം. കണ്ടോ, ഒന്നാമത്തെ പ്രക്രിയാശേഷിയാണ് നിരീക്ഷണം. രണ്ടാമത്തേത് വർഗീകരണം. മൂന്നാമത്തേത് അളക്കൽ.
നാലാമത്തേത് നിഗമനം രൂപീകരിക്കൽ. അഞ്ചാമത്തേത് ആശയവിനിമയം ചെയ്യൽ. ആറാമത്തേത് പ്രവചിക്കൽ. ഏഴാമത്തേത് പരികൽപ്പന രൂപീകരിക്കൽ. എട്ടാമത്തേത് പരീക്ഷണത്തിൽ ഏർപ്പെടൽ. കണ്ടോ, ഇത്രയും പ്രക്രിയാശേഷികളുണ്ട്. സോ 7ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രക്രിയാശേഷികൾ ഓർത്തോർത്ത് വെക്കണം. 1 നിരീക്ഷിക്കുക, 2 അതിനെ വർഗീകരിക്കുക, 3 അതിനെ അളക്കുക, 4 അതിൽ നിന്നും നിഗമനം രൂപീകരിക്കുക, 5 അവിടുന്ന് ആശയവിനിമയം നടത്തുക, 6 അവിടുന്ന് പ്രവചിക്കുക, 7 പരികൽപ്പന രൂപീകരിക്കുക, 8 പരീക്ഷണത്തിൽ ഏർപ്പെടുക. അപ്പം ഇങ്ങനെ എന്താണ് ഒരു പ്രോസസ് സ്കിൽസ് കുട്ടികളിൽ വളർത്തിയെടുക്കുവാനായിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് പ്രക്രിയാശേഷികളെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എക്സാമ്പിൾ വേണമെങ്കിൽ എക്സാമ്പിൾ വൈസ് നമുക്ക് നോക്കാം. നോക്കിയേ, ഒന്ന് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയാശേഷി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രക്രിയയാണ് അനുയോജ്യമായ ഇന്ദ്രിയങ്ങളും ഉപകരണങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വിവരശേഖരണം നടത്തുക. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഉള്ള ഇന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് വിവരശേഖരണം നമ്മൾ നടത്തുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കണ്ടോ, ഉരുകുന്ന ഐസ് കട്ട ലെൻസിലൂടെ നിരീക്ഷിക്കുക, വെള്ളത്തിൻ്റെ തണുപ്പ് സ്പർശിച്ചറിയുക. കണ്ടോ, തൊട്ടലായി, അതുപോലെ തന്നെ എന്താണ് നമുക്ക് കാഴ്ചയായി. ഇപ്പോൾ 2 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തോന്നുന്നല്ലേ ഇന്ദ്രിയങ്ങളോട് ചെയ്യുന്നത്. അപ്പം നിരീക്ഷിക്കുന്നതിനകത്ത് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യണം, 5 കാര്യങ്ങൾ ചെയ്യണമെന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷണത്തിനകത്ത് വരും. രണ്ടാമത്തേത് വർഗീകരിക്കുക. എന്താണ്? ഒന്നോ അതിലധികമോ സവിശേഷതകളെ ആസ്പദമാക്കി വസ്തുക്കളെയോ ജീവജാലങ്ങളെയോ തരംതിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥങ്ങളെ ഒഴുകുന്നവയും അല്ലാത്തവയും തരംതിരിക്കുക. ഇപ്പോൾ ഐസ് കട്ടയാണെങ്കിൽ ഒഴുകും, മെഴുകാണെങ്കിൽ ഒഴുകും, പക്ഷെ തടിയാണെങ്കിൽ ഒഴുകത്തില്ല, കല്ലാണെങ്കിൽ ഉരുകത്തില്ല. കണ്ടോ, അങ്ങനെ ഉരുകുന്നവയും ഉരുകാത്തയും, ദി പാർട്ടിക്കിൾസ് വിച്ച് ആർ മെൽറ്റിംഗ് ആൻഡ് നോൺ മെൽറ്റിംഗ് എന്ന് പറഞ്ഞ കാലേ നമുക്കവിടെ വർഗീകരിക്കാൻ പറ്റും. ഇനി 3 എന്താണ്? അതിനെ അളക്കുക, അതായത് ചരങ്ങളെ സംഖ്യാരൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതിനായി വ്യത്യസ്ത അളവ് ഉപയോഗങ്ങളും മാനകമോ അല്ലാതെയോ ആയ യൂണിറ്റുകളും ഉപയോഗിക്കുക. അതായത് ഇപ്പം നമുക്ക് പറയുകയാണ് സൂര്യപ്രകാശം, നമുക്ക് ഇത്ര അളവെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് എടുക്കാൻ പറ്റുമോ? സൂര്യപ്രകാശത്തിൻ്റെ അളവ് ഇത്രയേ പറ്റത്തുള്ളൂ നമുക്ക് പറയാൻ പറ്റുമോ? കണ്ടോ, അതായത് കണ്ടോ, ചരങ്ങളെ സംഖ്യാരൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതിനായി വ്യത്യസ്ത അളവ് ഉപകരണങ്ങളും മാനകമോ അല്ലാത്തതോ ഉണ്ടോ. മാനകമോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുകയാണ് ആ ചെടിക്ക് 2.5 ലിറ്റർ വെള്ളം ഡെയിലി ഒഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യൂണിറ്റ് ഉണ്ട് 2.5 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ ആ ചെടിക്ക് സൂര്യപ്രകാശം ഇത്ര അളവ് കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് കൊടുക്കണം എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ സൂര്യപ്രകാശം? അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ആ ഒരു ചെടിക്ക് ഇത്ര കാറ്റ് കൊടുക്കണം എന്നെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ഈ ഒരു ചെടി വളർന്നു കയറണമെങ്കിൽ ഇത്രയും കാറ്റ് കൊടുത്താൽ മാത്രമേ ആ ചെടി വളർന്നു കയറത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ചെടി വളരണമെങ്കിൽ ഇതിന് ഇത്രയും സൂര്യപ്രകാശം കിട്ടണം, ഈ ഒരു ചെടി നല്ലതായിട്ട് വളരണമെങ്കിൽ ഇതിന് ഇത്രയും തണുപ്പ് കിട്ടണം എന്നെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അവിടെയാണ് മാനകമല്ലാത്ത യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ ഒരു കൺഫ്യൂഷൻ വരാം. എന്താ ഈ മാനകമല്ലാത്ത യൂണിറ്റ്? അതായത് നമുക്ക് അളക്കാൻ പറ്റാത്ത യൂണിറ്റ്. സൂര്യപ്രകാശത്തിനെ അളക്കാൻ പറ്റത്തില്ല, പിന്നെ കാറ്റിൻ്റെ അത് അളക്കാൻ പറ്റത്തില്ല. അത് അളക്കുന്ന ഉപകരണങ്ങളുണ്ട്, അല്ലെന്നല്ല. പക്ഷേ ഒരു ചെടി വളർന്നു കയറുമ്പോൾ, ശാസ്ത്രമായിട്ട് ചിന്തിക്കുമ്പോൾ, ഒരു ചെടി വളർന്നു വരുമ്പോൾ ഇതിന് ഇത്ര മാത്രം കാറ്റടിക്കണം, അല്ലെങ്കിൽ ഇത്ര മാത്രം സൂര്യപ്രകാശം കിട്ടണം എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കത്തില്ല. അതിനെയാണ് മാനകമല്ലാത്ത യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയാൽ അതിൻ്റെ എക്സാമ്പിൾ ഉണ്ടോ? ഒരു വിത്ത് വെള്ളത്തിൽ മുക്കി വെക്കുക, മുൻപും ശേഷവും അതിൻ്റെ നീളം, ഭാരം, ചുറ്റളവ് എന്നിവ കണ്ടെത്തുക. ഒരു ഐസ് കട്ട പൂർണ്ണമായും ഒഴുകാനെടുക്കുക സമയം കണ്ടെത്താൻ ക്ലോക്ക് ഉപയോഗിക്കുക. അതൊക്കെ മാനകമായിട്ടുള്ള യൂണിറ്റാണ്. മാനകമല്ലാത്ത യൂണിറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അടുത്താണ് നിഗമനം രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലുമൊക്കെ ഊഹങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയത്തില്ലേ നമ്മുടെ അസംഷൻസ്, അത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ അവിടെ നിരത്തി വെക്കും. അതായത് വസ്തുക്കൾ, ജീവജാലങ്ങൾ, സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിരീക്ഷണം, മുന്നറിവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഊഹപ്രസ്താവനകൾ രൂപീകരിക്കുക. അതിനകത്ത് വരുന്നതാണ് ജലം ബാഷ്പീകരിക്കുമ്പോൾ അത് വായുവിലേക്ക് കടക്കുന്നെന്ന് ഊഹിക്കുന്നു, ഐസ് വെള്ളമായി മാറുന്നത് ചൂട് കാരണമാണെന്ന് ഊഹിക്കുന്നു. ശരിയല്ലേ? അതായത് വെള്ളം ഐസ് ചൂടാക്കുമ്പോഴാണ് വെള്ളമായിട്ട് മാറുന്നത്. ആ വെള്ളത്തെ വീണ്ടും ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് ബാഷ്പമായിട്ട് മാറും, അല്ലെങ്കിൽ ബാഷ്പീകരണ പ്രോസസ്സ് അതിലേക്ക് വരും. അത് ഇവാപ്പറേഷൻ. വീണ്ടും ആ ബാഷ്പീകരണം വഴിയുള്ളത് കണ്ടൻസ് ചെയ്യുമ്പോൾ വീണ്ടും വാട്ടറായിട്ട് നേരെ തിരിച്ചു വരും. അതാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ നിഗമനം രൂപീകരിക്കാൻ പറ്റും. അടുത്താണ് ആശയവിനിമയം നടത്തുക. എന്താണ്? നിരീക്ഷണങ്ങൾ, അളവുകൾ, നിഗമനങ്ങൾ, പരീക്ഷണങ്ങൾ എന്നിവ പലതരത്തിൽ നമ്മൾ വിനിമയം ചെയ്യുക. കണ്ടോ,
നിരീക്ഷണങ്ങൾ, ലിഖിത രൂപങ്ങൾ അവതരിപ്പിക്കുക, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ വഴി വിവരം വിനിമയം ചെയ്യുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇന്ന ദിവസം ഇത്ര വളർന്നു, ഇന്ന ദിവസം ഇത്ര സെൻറ്റിമീറ്റർ നമ്മുടെ ചെടി വളർന്നു, ഇന്ന ദിവസം വളർച്ച ഉണ്ടായില്ല, അവിടെ വെള്ളത്തിൻ്റെ ലഭ്യത ഇച്ചിരി കുറഞ്ഞുകൊണ്ടാണ് അതിന് കാരണം, കണ്ടോ? ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ആശയവിനിമയം ചെയ്യുന്നു. അടുത്താണ് പ്രവചിക്കുക. എന്താണ്? ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷണത്തിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് പ്രവചിക്കുക, അല്ലെങ്കിൽ ഊഹിച്ച് പറയുക, പ്രിഡിക്റ്റ് ചെയ്യുക എന്ന് പറയും കേട്ടോ. നമ്മളിപ്പോഴും ചെയ്യുന്നതല്ലേ പ്രഡിക്ഷൻ. ഇതായിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് റിസൾട്ട് വരേണ്ടത് അല്ലേ. ഇപ്പം നമ്മൾ അമ്മയൊക്കെ നമുക്ക് ഇഡലിക്കും അതുപോലെ തന്നെ നമ്മുടെ പാലപ്പത്തിനൊക്കെ കുഴച്ച് വെക്കുമ്പം പൊങ്ങുമായിരിക്കും, പക്ഷേ ഉറപ്പില്ല, ശരിയല്ലേ? ചില അരികളൊക്കെ നമ്മൾ മാറ്റിയിടുമ്പോൾ അല്ലേ, ചിലതിലൊക്കെ നല്ല കട്ടിയായിരിക്കും ഇഡലിയൊക്കെ ഉണ്ടാക്കും. കാരണം എന്നാ, അവിടെ വരുന്ന ടെമ്പറേച്ചറിൻ്റെ മാറ്റമോ ഈ ചേർത്ത ഈസ്റ്റിൻ്റെയോ ഉഴുന്നിൻ്റെയോ ഒക്കെ മാറ്റങ്ങൾ വന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രവചിച്ചെടുക്കാൻ പറ്റും. ഇനിയും കണ്ടോ, 300 ഗ്രാം വെള്ളത്തിലിട്ട ഒരു 30 ഗ്രാം ഐസ് കട്ട 50 മിനിറ്റ് കൊണ്ട് ഒഴുകി വെള്ളമായി തീരുമെന്ന് നേരത്തെ നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. അതായത് 300 ഗ്രാം ഐസ് വെള്ളത്തിലിട്ട 30 ഗ്രാം ഐസ് കട്ട എന്താണ്, ഉരുകി ആ വെള്ളത്തിനോട് ചേരണമെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് തീരുമെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു പരീക്ഷണം ചെയ്ത് നമുക്ക് പറയാം ഏകദേശം ഇത്ര സമയമാകും എന്ന് നോക്കുകയാണെങ്കിൽ പറയാം ഇല്ലേ. ഇപ്പോൾ വണ്ടിക്കൊക്കെ നമ്മൾ പെട്രോൾ അടിക്കാൻ നമ്മൾ പറയത്തില്ലേ, 1 ലിറ്റർ പെട്രോൾ ഉണ്ട്, ഏകദേശം ഇത്ര കിലോമീറ്റർ അതിന് കിട്ടും, അതുകൊണ്ട് നമുക്ക് ഇത്ര ലിറ്റർ പെട്രോൾ അടിച്ചാൽ മതി എന്നുള്ള പ്രഡിക്ഷൻ കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പരികല്പന രൂപീകരിക്കുക, അതായത് ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുക കേട്ടോ. പരീക്ഷണത്തെ നയിക്കുവാനായി ഒരു പ്രസ്താവന രൂപീകരിക്കുക, അത് അതിനൊരു എന്താ പറയുന്ന ഒരു എയിമിലേക്ക് നമ്മൾ കിടക്കുക കേട്ടോ. ഒരു ഐസ് കട്ട എത്ര കൂടുതൽ വെള്ളത്തിലിടുന്നോ അത് ഉരുകാൻ അത്രയും കൂടുതൽ നേരം എടുക്കും കേട്ടോ. എത്രയും കൂടുതൽ വെള്ളത്തിലിട്ടാൽ അത് ഉരുകാൻ അത്രയും കൂടുതൽ നേരം എടുക്കുമെന്നാണ് പറയുന്നത്. ഇനി പരീക്ഷണത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റു ചരങ്ങളെ സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് ഒരു ചരത്തെ മാറ്റി അതുവഴി മറ്റു ചരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് കേട്ടോ, നോക്കണം. എന്താണ് ചരങ്ങൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് എന്നർത്ഥം, അതായത് നമുക്ക് വേരി ചെയ്യാൻ പറ്റുക. ഇപ്പം ഒരു ചെടി വളരുന്നതിൻ്റെ അകത്ത് നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നൊക്കെയുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ചെടി നമ്മൾ വളർത്താനായിട്ട് ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ ഒരു വിത്ത് നമ്മുടെ കിട്ടി. ആ വിത്ത് നമ്മുടെ കിട്ടുമ്പോൾ അതിൽ വേരിയബിൾസ് ആയിട്ട് എന്തൊക്കെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് അതിൻ്റെ അളവിൽ നമുക്ക് ഏറ്റക്കുറച്ചിൽ വരുത്താൻ പറ്റുമെന്ന് ഉറപ്പുള്ള എത്ര കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ ക്ലൂ തരാം, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അതായത് ഒരു വിത്ത് നമ്മൾ എടുത്താൽ ആ വിത്തിലേക്ക് വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വിത്തായിട്ട് തന്നെ തുടരും. പറഞ്ഞ ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരു പയറ് മണി ഞാൻ എടുത്തു, എൻ്റെ കയ്യിലെടുത്തു. ആ പയറ് മണിയിലേക്ക് വെള്ളം അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഈർപ്പം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വിത്തായിട്ട് തന്നെ തുടരും. പറഞ്ഞ ശരിയല്ലേ? കറക്റ്റല്ലേ പറഞ്ഞത്? അപ്പോൾ അവിടെ ഞാൻ വേരിയബിളായിട്ട് എടുത്ത ആരെയാ? ജലത്തെ. മനസ്സിലായോ? അവിടെ വേരിയബിളായിട്ട് എടുത്ത ആരെയാണ്? ജലത്തെ. എന്ന് പറഞ്ഞ പോലെ ഒരു വിത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ചരങ്ങൾ ഏതൊക്കെയുള്ളത്, വേരിയബിൾസ് ഏതൊക്കെയുള്ളത്? ഒരെണ്ണം നമ്മൾ പറഞ്ഞു ജലം, പിന്നെ മറ്റൊന്ന് പറയാവോ? വേറെ എന്തെങ്കിലും പറയാവോ? മണ്ണെന്നാണോ പറഞ്ഞേ? സോയില്. ഓക്കെ, കറക്റ്റാണ് പറഞ്ഞത്. മണ്ണിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഈ പറഞ്ഞ മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിത്ത് മണ്ണിൽ കൊണ്ട് കുഴിച്ചിടുന്നവരുണ്ട്. 2 വിത്ത് കിളിപ്പിച്ചിട്ട് മണ്ണിലേക്ക് പാകി വെക്കുന്നവരുണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ, നെല്ല് കിളിപ്പിക്കുന്ന എങ്ങനെ? ആവി കയറ്റും അല്ലേ. അതായത് നെല്ല് നമ്മൾ കൂടിക്കിടന്നാൽ അവിടെ ഈർപ്പം അടിച്ചാൽ നെല്ല് മണ്ണില്ലാതെ തന്നെ വളർന്നു കയറും. വേണ്ട, സിമ്പിൾ ഒരു എക്സാമ്പിൾ എടുത്തേ. നിങ്ങൾ ഒരു നമ്മുടെ ചെറുപയർ വീട്ടിൽ നമ്മൾ ഉള്ള സാധനമല്ലേ, എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാകട്ട. ചെറുപയർ നിങ്ങൾ ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു. 4-ാം മണിക്കൂറിൽ നിങ്ങൾ ആ വെള്ളം ഊറ്റി വെച്ചു. പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ ഏകദേശം ഒരു 12 മണിക്കൂർ 14 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നാ കാണാൻ പറ്റും? എന്നാ കാണാൻ പറ്റും? എന്നാ കാണാൻ പറ്റും? അതിൽ മുള വന്നത് കാണത്തില്ലേ? മുള വരത്തില്ലേ? അവിടെ മണ്ണിൻ്റെ ആവശ്യം വന്നോ? ഇല്ല. ശരിയല്ലേ? അപ്പോൾ അത് നമുക്ക് അവിടെ നിയന്ത്രിക്കാൻ പറ്റും. ഇനിയും ഈ മണ്ണല്ല, ഈർപ്പമുള്ള കോട്ടൺ തുണിയോ പഞ്ഞിയോ മതി ഇതിന് ഈ നനവ് എന്താണ് നമുക്ക് ആ ഒരു വിത്തിനെ നിലനിർത്തി കിട്ടാനായിട്ട്. അപ്പോൾ അത് ഒരു ചരവ കേട്ടോ, കറക്റ്റാണ് പറഞ്ഞത്. ഇനി വേറെന്താ ഉള്ളത്?
വേറെന്താ ഉള്ളത്? അവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ചരങ്ങൾ എന്താണെന്ന് കുട്ടികൾക്ക് മിക്കപ്പോഴും സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. വേറെ ഒന്നുകൂടി പറയാമോ? വേറെ ഒന്നുകൂടി പറയാമോ? നമ്മുടെ വിത്ത് മുളയ്ക്കാനായിട്ട് അല്ലെങ്കിൽ വിത്ത് മുളച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? വേറെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാം കാണുന്നതല്ലേ. എന്നതാ? ഒന്നും കിട്ടുന്നില്ലേ? ടെമ്പറേച്ചർ പറ്റുന്നതല്ലേ? ശരിയല്ലേ? നമ്മൾ പയറ് കിളിപ്പിച്ചതിനെ നമ്മൾ പുഴുങ്ങിയെടുത്ത് കഴിക്കാൻ എടുക്കത്തില്ലേ? ആ പയർ നമ്മുടെ വയറ്റിൽ കിടന്ന് കിളുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പുഴുങ്ങിയ പയർ നിലത്തിട്ടാൽ അത് പിന്നെ കിളുത്ത് വരുമോ? നമ്മൾ ആ പറഞ്ഞ ചെറുപയർ നമ്മൾ മുളപ്പിച്ചു, ശരിയല്ലേ? മുളപ്പിച്ച ആ ചെറുപയറിനെ നമ്മൾ ആവി കയറ്റി പീരയൊക്കെ ഇട്ട് അതൊരു തോരൻ പോലെ ആക്കിയാൽ അതുകൊണ്ട് മണ്ണിലിട്ട് അത് കിളുത്ത് വരുമോ? ചെടിയാവുമോ? ഇല്ല. എന്താ കാരണം? ടെമ്പറേച്ചർ അതിനേക്കാളും കൂടുതലായിരുന്നു. അതിന് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു സസ്യം അല്ലെങ്കിൽ ഒരു വിത്ത് വളർന്ന് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കേട്ടോ. അതിനെയാണ് ഈ പറഞ്ഞ ഒരു ചരങ്ങളെ സ്ഥിരമായി നിർത്തിക്കൊണ്ട് എന്താണ് ആ ഒരു ചരത്തെ തിരിഞ്ഞുപോയി മറ്റു ചരങ്ങളെ സ്ഥിരമായി നിർത്തിക്കൊണ്ട് ഒരു ചരത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ മറ്റു ചരങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് മറ്റു ചരങ്ങളിൽ വരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഇവിടെ എക്സാമ്പിൾ കണ്ടോ, ഐസ് കട്ടയുടെ വലിപ്പം, താപനില എന്നിവ ഒരുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഐസ് കട്ട നിക്ഷേപിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാറ്റിക്കൊണ്ട് ഐസ് ഉരുകാനെടുക്കുന്ന സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ഇപ്പം നിങ്ങൾ എടുത്തത് ഒരു 500 ഗ്രാമിൻ്റെ ഐസ് കട്ടയാണെങ്കിൽ അത് ഉരുകാനായിട്ട് നിങ്ങളൊരു 10 ലിറ്റർ വെള്ളമോ 5 ലിറ്റർ വെള്ളമോ എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 10 ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ ഐസ് കട്ട പെട്ടെന്ന് ഒഴുകുകയും 5 ലിറ്റർ വെള്ളത്തിൽ അത് പെട്ടെന്ന് ഉരുകാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ ഒരു ചരങ്ങളെ നിയന്ത്രിച്ചത്, അതായത് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവാണ് അവിടുത്തെ ചരവെന്ന് പറയുന്നത്. അപ്പം നമുക്ക് നിയന്ത്രണ വിധേയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ചരങ്ങൾ അഥവാ വേരിയബിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം. അപ്പം പ്രക്രിയാശേഷികൾ 8 ഉണ്ട്. എന്താണ്? നിരീക്ഷണം, വർഗീകരണം, അളക്കൽ, പ്രവചിക്കൽ, ആശയവിനിമയം ചെയ്യൽ, പരികൽപ്പന രൂപീകരിക്കൽ, പരീക്ഷണത്തിൽ ഏർപ്പെടൽ കേട്ടോ. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി അടുത്ത ഒരു മേഖലയാണ് സർഗാത്മകത മേഖല കേട്ടോ. സർഗാത്മക മേഖല എന്താണ്? ക്രിയേറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സർഗാത്മക ചിന്തയും ഭാവനയും വളർത്താൻ കഴിയുന്ന സവിശേഷമാണ് എന്താണ് നമ്മുടെ സർഗാത്മക മേഖല എന്ന് പറയുന്നത്. അതായത് മനോചിത്രങ്ങൾ രൂപീകരിക്കുക, പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുക, വസ്തുക്കളെയും ആശയങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുക, സ്വപ്നം കാണുക, വേറിട്ട ചിന്തനം നടത്തുക, ഇതെല്ലാം സർഗാത്മക മേഖലയിലുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത മേഖലയാണ് മനോഭാവ മേഖല എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ആശയങ്ങളുടെയും പ്രക്രിയാശേഷികളും ഒക്കെ സ്വായത്തമാക്കി കഴിഞ്ഞാൽ പോലും ജീവിത വീക്ഷണത്തിലും സാമൂഹിക വൈക്യ പ്രവർത്തനങ്ങളോടുള്ള നിലപാടുകളിലും വേണ്ടത്ര മാറ്റം ഉണ്ടായില്ലെങ്കിൽ പഠനം കൊണ്ട് നിത്യജീവിതത്തിൽ പ്രയോജനമുണ്ടായെന്ന് പറയാനേ കഴിയുകയില്ല. അതായത് നമ്മൾ സയൻസ് ശാസ്ത്ര വിഷയങ്ങളെല്ലാം പഠിപ്പിച്ചു, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും ദുരുപയോഗവും എല്ലാം പഠിപ്പിച്ചു. ആ കൊച്ചു വീട്ടിൽ ചെന്ന് പ്ലാസ്റ്റിക് വീണ്ടും വിട്ട് കത്തിക്കുവാണെങ്കിൽ ആ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു വിഷയം നമ്മൾ അവന് കൈകാര്യം ചെയ്ത് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരിക്കലുമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മനോഭാവം നമ്മൾ കുട്ടികളിൽ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം കേട്ടോ. അതിന് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഘടകങ്ങളാണ് കേട്ടോ. ശാസ്ത്രീയമായ അറിവിനോട് കൂടുതൽ മമതാപരമായ ഒരു നിലപാടുണ്ടാക്കുക, സ്വന്തം കഴിവിൽ വിശ്വസിപ്പിക്കുക, സ്വന്തം വികാര വിചാരങ്ങൾ സൃഷ്ടിപരമായി പ്രകടിപ്പിക്കുക, മാനുഷിക വികാരങ്ങളെ മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യുക, മറ്റുള്ളവരുടെ നിലപാടുകളോടും ചിന്തകളോടും കൂടുതൽ സംവേദനക്ഷമതയുള്ളവരായിരിക്കുക, വൈയക്തിക മൂല്യങ്ങൾ കാര്യകാരണബോധത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കുക. ഇതെല്ലാം മനോഭാവത്തെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെയുള്ളതാണ് പ്രയോഗമേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ നടത്തുക. അതായത് ഇതുമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്ലാസ്സിൽ നിന്നും പഠിച്ച കാര്യം വീട്ടിൽ വന്നത് അവലംബിക്കുക. അതാണ് ഈ പറഞ്ഞ പ്രായോഗിക മേഖല കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിത്യജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുട്ടി ആർജിച്ച ആശയങ്ങളും പ്രക്രിയകളും മൂല്യമെല്ലാം നിർദ്ധരകമാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ നിന്ന് അനന്യമായ തത്വങ്ങൾക്കും ആശയങ്ങൾക്കും നിത്യജീവിതത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് വരില്ല. അതായത് അത്
പഠിച്ച കാര്യങ്ങൾ നിത്യജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അതും വെള്ളത്തിൽ വരച്ച വരയെന്നാണ് പറയുന്നത് കേട്ടോ. അതിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ പറയുന്ന എന്താണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളും ഉദാഹരണങ്ങളും ദൈനംദിന ജീവിതത്തിൽ നിരീക്ഷിക്കുക, സ്വായത്തമാക്കുന്ന ആശയങ്ങളും ശേഷികളും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, പിന്നെ അതുപോലെ തന്നെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്യുക, ആഹാരം, ആരോഗ്യം, ജീവിതശൈലി തുടങ്ങിയ വ്യക്തിപരമായി തീരുമാനമെടുക്കുക, മറ്റ് വിഷയങ്ങളുമായി അറിവിനെ ബന്ധിപ്പിക്കുക. ഇതെല്ലാം ഈ പറഞ്ഞ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൊമൈൻ വളർത്തുവാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനിയും ലാസ്റ്റ് ഒരു കാര്യം കൂടി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന നമ്മളൊരു ശാസ്ത്ര വിഷയം എങ്ങനെ കുട്ടികളിലേക്ക് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എത്തിക്കണം എന്ന് പറയുന്ന രീതി കണ്ടോ. അന്വേഷണാത്മക പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെയാണ് ശാസ്ത്ര വിഷയം കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലൂടെയാണ് ശാസ്ത്ര വിഷയം കുട്ടികളിലേക്ക് കൈകാര്യം ചെയ്യാൻ എത്തേണ്ടത്. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഗണിതത്തിലാണെങ്കിൽ ELPS നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ? എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പിക്ചർ, സിമ്പൽ എന്ന് പറഞ്ഞ പോലെ ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് 5 E-ലൂടെയാണ് കേട്ടോ. 5 E-ലൂടെയാണ് എന്ന് പറഞ്ഞാൽ അന്വേഷണാത്മക പഠന മാതൃക എന്ന് പറയും കേട്ടോ. ഈ 5 Eക്ക് പറയുന്ന പേരാണ് അന്വേഷണാത്മക പഠന മാതൃക. ഈ മാതൃക കൊണ്ടുവന്നത് ബയോളജിക്കൽ സയൻസ് കരിക്കുലം സ്റ്റഡി BSCS 1980 കൂടിയാണ് കേട്ടോ. അതിൻ്റെ പ്രമുഖമായിട്ടുള്ള വക്താക്കളുടെ പേരാണ് ഹൊബാർട്ടിൻ്റെയും ഡൂയിയുടെയും, ഹെയ്സ്, ഒബോൺ, ഫോഷ്മാൻ, അറ്റിക്സ്, കാർപ്പസ് കേട്ടോ. അതൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, ഈ വായിക്കൊള്ളാത്ത പേരുകളൊന്നും ഇതിനായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ 5E എന്താണെന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് 5E കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒന്നാമത്തെ E ആണ്, അല്ലെങ്കിൽ 5E അന്വേഷണാത്മക പഠനത്തിന് 5 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പ്രശ്നം ഏറ്റെടുക്കുക അഥവാ എൻഗേജ് കണ്ടോ. ആദ്യത്തെ E ആണ് എൻഗേജ് അഥവാ പ്രശ്നം ഏറ്റെടുക്കുക. രണ്ടാമത്തെ E ആണ് അന്വേഷിക്കുക അഥവാ എക്സ്പ്ലോർ. മൂന്നാമത്തെ E ആണ് കണ്ടെത്തലുകൾ വിനിമയം ചെയ്യുക അഥവാ എക്സ്പ്ലെയിൻ. നാലാമത്തെ E ആണ് തുടർ പ്രവർത്തനത്തിൽ ഏർപ്പെടുക, ഇലാബറേറ്റ് ഓർ എക്സ്റ്റെൻഡ്. അഞ്ചാമത്തെ E ആണ് വിലയിരുത്തുക അഥവാ ഇവാലുവേറ്റ്. സോ 5E എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വിച്ച് എമംഗ് ദി നോട്ട് എ പ്രോസസ് ഇൻ 5E എന്ന് പറഞ്ഞ് മിക്കപ്പോഴും ചോദിക്കും. അതിൻ്റെ അകത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്നറിയോ? എക്സ്പെരിമെൻറ്റ് ഇതിൻ്റെ കൂട്ടത്തിലിടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കുട്ടിയല്ലേ തുടങ്ങുന്നേ, അപ്പോൾ കുട്ടികൾ ചിന്തിക്കും എന്തുകൊണ്ട് എക്സ്പെരിമെൻറ്റ് സയൻസ് വിഷയമല്ലേ അതിൻ്റെ അകത്ത് വന്നു കൂടാൻ ചോദിക്കും അല്ലേ. പക്ഷേ എക്സ്പെരിമെൻറ്റ് ഇതിൻ്റെ അകത്ത് ഉള്ളതാണോ? നോക്കിക്കേ, എക്സ്പെരിമെൻ്റ് ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഈക്കകത്ത് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അത് തെറ്റിക്കാൻ വേണ്ടി ഇടുന്നു കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. മിക്കപ്പോഴും 5Eയുടെ കൂട്ടത്തിൽ തെറ്റിക്കുന്ന ആളാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. കുട്ടികൾ എന്ത് ചെയ്യും? എക്സ്പെരിമെൻ്റ് ഒഴിച്ച് ബാക്കി ഇതിൽ ആരെങ്കിലും പോയി എന്ത് ചെയ്യും? കറപ്പിക്കും. അവിടെ തെറ്റും. മിക്ക കുട്ടികളും കറപ്പിക്കുന്നത് എൻഗേജാണ് കേട്ടോ. എൻഗേജ് എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഒരു കാര്യത്തിൽ കുട്ടികളെ എത്തിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളിലേക്ക് സയൻസിലേക്ക് എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലോ, മനോഭാവം ഉണ്ടല്ലോ കുട്ടികൾക്ക് ഓൾറെഡി, പിന്നെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യമെന്ന് ചിന്തിക്കും കേട്ടോ. കുട്ടികൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകരായി നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. നമ്മളിലും ആ ഒരു എന്താണ് തെറ്റുകൾ സംഭവിക്കാം. സോ തെറ്റുകൾ വരുത്തരുത്. 5E ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ് ഓർ ഇലാബറേറ്റ് ആൻഡ് ഇവാലുവേറ്റ് കേട്ടോ. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ് ആൻഡ് ഇവാലുവേറ്റ് കേട്ടോ. അതിൻ്റെ അകത്ത് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ. ഓർത്തിരിക്കണം, എക്സ്പെരിമെൻ്റ് സാധനം ഇല്ല. അതാണ് പരീക്ഷയ്ക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആൾ കേട്ടോ. ഇനി ഓരോന്നും എന്താണെന്നുള്ള പറയുന്നുണ്ട്. എന്താണ്? ഒന്ന്, നമ്മൾ കുട്ടികളെ കൊണ്ട് പ്രശ്നം ഏറ്റെടുപ്പിക്കണം. അതായത് ഒരു പഠന നേട്ടം നമ്മൾ കുട്ടികളിലേക്ക് ചെല്ലുമ്പോൾ ആ പഠന നേട്ടം അവർ തന്നെ ഏറ്റെടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പഠന നേട്ടത്തിലേക്ക് അവരെ കൊണ്ടുവരണം. ആ കൊണ്ടുവരാൻ അവിടെ കഥയോ കവിതയോ പരീക്ഷണമോ നിരീക്ഷണമോ വർഗീകരണമോ താരതമ്യം ചെയ്യലോ അനുഭവ പറച്ചിലോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിനെയാണ് പറയുന്നത് പ്രശ്നം ഏറ്റെടുക്കുക. അപ്പോൾ പ്രശ്നം ഏറ്റെടുക്കുമ്പോൾ എന്നാ സംഭവിക്കും? അവിടെ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചില്ലായിരുന്നോ? PSCക്കകത്ത് പറഞ്ഞില്ലായിരുന്നോ? ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് വരും? ഒരു ഡിസ് ഇക്വിലിബ്രിയം, അതായത് ഒരു അസന്തുലിതാവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടും.
ആ സൃഷ്ടിക്കപ്പെടുന്ന അസന്തുലിതാവസ്ഥ മനസ്സിൽ കിടന്നാൽ കുട്ടികൾക്കൊരു സ്വൈര്യം കിട്ടില്ല. അതെന്താവും എന്താവും എന്താവും എന്നൊരു ത്വര അവരുടെ മനസ്സിൽ കാണും. സോ എന്ത് ചെയ്യാനായിട്ട് നോക്കും? അതിനെ സന്തുലീകരിക്കുവാൻ നോക്കും, അഥവാ ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ നോക്കും. ഇക്വിലിബ്രിയത്തിൽ വരാൻ നോക്കുന്ന സ്റ്റെപ്പുകളാണ് താഴെ പറയുന്നത്. രണ്ടാമത്തെ ഈ ആണ് എക്സ്പ്ലോർ. എന്താണ്? ആ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ചെയ്യേണ്ട പരികല്പന രൂപീകരിക്കുകയോ തെറ്റുകൾ വന്നാൽ അതിനെ തിരുത്തുകയോ നിരീക്ഷിക്കാനായിട്ട് വിടുകയോ കണ്ടെത്താനായിട്ട് വിടുകയോ ഒക്കെ നമുക്കിവിടെ ചെയ്യാം. എവിടെ? എക്സ്പ്ലോറിൽ. ഇനി അടുത്തതാണ് എക്സ്പ്ലെയിൻ. നമ്മൾ ഈ പറഞ്ഞ എൻഗേജ്, എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്പ്ലനേഷൻ, അതായത് വിശദീകരണം നടക്കുന്ന ഘട്ടമാണ് ഈ പറയുന്ന എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വീഡിയോസ് കാണിക്കാം, ചാർട്ടുകൾ കാണിക്കാം, പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻസ് കാണിക്കാം, അല്ലെങ്കിൽ വാക്കുകളിലൂടെ പറയാം, പ്രവൃത്തിയിലൂടെ കാണിക്കാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും എക്സ്പ്ലെയിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാം. അതായത് ആ ഒരു ഡിസ്ഇക്വിലിബ്രിയത്തെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് ഈ പറയുന്ന എക്സ്പ്ലെയിൻ ആകുമ്പോഴേ കൊണ്ടുവരണം. അടുത്തതാണ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തുടർ പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ കൊടുക്കത്തില്ലേ, ആ സാധനം, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തുടർ പ്രവർത്തനം നമ്മൾ ക്ലാസ് മുറിയിൽ ഒരുക്കണം. അതിന് പറഞ്ഞ പേരാണ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇവാലുവേറ്റ്. ഈ നമ്മൾ കൊടുത്ത പഠന നേട്ടം കുട്ടികളിലേക്ക് എത്തിയോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത്, അതായത് വിലയിരുത്തൽ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് സ്വയം വിലയിരുത്തൽ, ഗ്രൂപ്പ് വിലയിരുത്തൽ, അതുപോലെ തന്നെയുള്ള PR ഇവാലുവേഷൻ, ഗ്രൂപ്പ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഇവാലുവേഷൻ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും കുട്ടികളിലേക്ക് കൊടുക്കാം. എന്ത് ചെയ്യണം? അവർ ഈ കൊടുത്ത പഠന നേട്ടങ്ങൾ ഇവർ ഈ എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ് വഴി വന്ന കാര്യങ്ങൾ അവർക്ക് ഗ്രഹിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നതാണ് ഇവാലുവേഷൻ പ്രക്രിയ വഴി. അതായത് കുട്ടികൾക്ക് പഠന നേട്ടം, അഥവാ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പഠന ലക്ഷ്യം കിട്ടിയോ അതോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പാക്കുന്ന എന്താണ് ഘട്ടമാണ് ഈ പറയുന്ന നമ്മുടെ ഇവാലുവേറ്റിൻ്റെ അകത്ത് വരുന്നത്. സോ ഈ 5 ഘട്ടങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? നമ്മുടെ ഇന്നത്തെ സയൻസ് ക്ലാസ് മുറിയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ EVS അല്ലെങ്കിൽ ശാസ്ത്ര പരിസര പഠന ക്ലാസ് മുറിയിൽ നമ്മൾ കുട്ടികൾക്ക് എന്താണ് ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഒരു പഠന നേട്ടം നമ്മുടെ കിട്ടിയാൽ ആ പഠന നേട്ടം കടന്നു പോകേണ്ട വഴികളാണ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതേണ്ട രീതിയാണ് ഈ പറയുന്ന 5E എൻഗേജ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഈ രീതിയിലൂടെ നമ്മൾ പരിസര പഠന ക്ലാസ് മുറിയിൽ കടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് കിട്ടേണ്ട ധാരണകളും പഠന നേട്ടങ്ങളും പഠന ലക്ഷ്യങ്ങളും മൂല്യങ്ങളും മനോഭാവങ്ങളും എല്ലാം തന്നെ കുട്ടികളിലേക്ക് എത്തിച്ചേരും. അതാണ് ഈ പറയുന്ന BSCS എന്ന് പറഞ്ഞ എന്താണ് ഇതിൻ്റെ അകത്ത് അവരെടുത്ത് പറയുന്നത്. ക്ലിയറായോ? ഈ 5 Eകളും പഠിക്കണം, മറന്നുപോലെ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കിട്ടിയോ 5E എന്താണെന്ന്? ഏകദേശ ധാരണ കിട്ടിയില്ലേ ഓരോ Eയിലും എന്താ ചെയ്യേണ്ടതെന്ന്? അപ്പം ക്ലാസ് മുറിയിൽ ഇങ്ങനെയുള്ള പഠന പ്രവർത്തനങ്ങൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കണം കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൽ കൂടുതലായിട്ടും പറയുന്നത് കണ്ടോ. ടീച്ചർ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ നേരം വിഷയത്തിൽ താല്പര്യം ജനിപ്പിക്കണം, നിലവിലുള്ള ധാരണകൾ അറിയുന്നതിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാം, പ്രതികരണങ്ങൾ സൂക്ഷ്മതയോടെ കേൾക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യാം. എക്സ്പ്ലോറിലാണെങ്കിലോ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ പ്രതികരണം സസൂക്ഷ്മം നിരീക്ഷിക്കുക, അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങളും അനുയോജ്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുക, നിർദ്ദേശങ്ങൾ നൽകുക. ഇതൊക്കെ നമ്മുടെ സ്കഫോൾഡിങ്ങാണ് വരുന്നത് കണ്ടോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓരോ വാക്ക് വായിക്കുമ്പോഴും കിട്ടുന്നില്ലേ, നമ്മുടെ കൈത്താങ്ങ് കൊടുക്കുക. ഇനി കണ്ടെത്തൽ വിനിമയം ചെയ്യുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താ വരേണ്ടത്? കുട്ടിയുടെ സ്വന്തം ഭാഷയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കുക. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരം നിങ്ങൾ ഇട്ട് കൊടുത്തത് കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷ തീരെ വശമില്ല, നിങ്ങൾ ഇട്ട് കൊടുത്തത് ഇംഗ്ലീഷിലുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതും ഒരു സായിപ്പ് പറയുന്നത്, കുട്ടികൾക്ക് വല്ലതും മനസ്സിലാവുമോ? എക്സ്പ്ലെയിൻ ചെയ്ത് വല്ലതും കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം എന്താ പറയുന്നത്? കുട്ടികളുടെ സ്വന്തം ഭാഷയിൽ നമ്മൾ ആശയം പ്രകടിപ്പിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ധാരണകൾക്ക് വിശദീകരണം തേടണം, ആശയങ്ങൾക്ക് ക്രോഡീകരണത്തിന് വേണ്ട സഹായങ്ങൾ നൽകണം. പിന്നെ ഇവാലുവേറ്റിൻ്റെ അകത്തോ എന്ത് ചെയ്യണം? നേരത്തെ അവതരിപ്പിച്ച ആശയങ്ങളുടെ നിയമങ്ങളുടെ പ്രയോഗം നിരീക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ വിലയിരുത്തുക, എന്താണ് രൂപപ്പെട്ട ആശയങ്ങളും പ്രയോഗങ്ങളും ഒക്കെ വന്നോ എന്ന്, പിന്നെ ധാരണകളും ശേഷികളും ഒക്കെ നേടിയോ എന്ന്, പിന്നെ അതുപോലെ തന്നെ ചിന്തയിലും അതുപോലെ തന്നെ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിശകലന ഫോർമാറ്റ് കണ്ടോ. അതായത്
1 മുതൽ 4 വരെയുള്ള പഠന പുസ്തകം അല്ലെങ്കിൽ പരിസര പഠന പാഠ്യപുസ്തകം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് പ്രക്രിയാബന്ധമാണോ, പ്രവർത്തനാധിഷ്ഠിതമാണോ, ശിശു കേന്ദ്രീകൃതമാണോ, പരിസരബന്ധിതമാണോ, ചാക്രികാരണമാണോ, ജീവിത നൈപുണ്യമുള്ളതാണോ, ഉദ്ഗ്രഹ സമീപനമാണോ എന്ന് ഓരോ ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. ക്ലിയർ ആയോ? കിട്ടിയോ? ഓക്കെ. അപ്പം ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും 1 അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഇന്ന് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നതാണ് 1, 5E ക്ലാസ് മുറിയിൽ എങ്ങനെ പരിസര പഠനം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കണം. രണ്ടാമത്തേത് നമ്മുടെ പ്രക്രിയാശേഷികൾ, അതായത് നമ്മുടെ പരിസര പഠനത്തിന് പ്രക്രിയാശേഷികൾ. 3 കുട്ടികളുടെ വിജ്ഞാന മണ്ഡലങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ വിജ്ഞാന മേഖല, പ്രക്രിയ മേഖല, മനോഭാവ മേഖല, ആ മേഖലകൾ കേട്ടോ. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ പരിസര പഠന പാഠ്യപദ്ധതിയുടെ സവിശേഷതകൾ കേട്ടോ. ഇത്രയും ഈ ഒരു 4 കാര്യമേ പഠിക്കാനുള്ളൂ. സോ 4 കാര്യത്തിൽ നിങ്ങൾക്ക് ഷുവറാ സൈക്കോളജി നാളിലും ഈ ഒരു പാർട്ടിയും ചോദിക്കാം. 2 ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഒരു പാർട്ടിയിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ നിങ്ങളെടുക്കൽ ഉറപ്പായിട്ടും ചോദിക്കും. ആകെ നമ്മൾ പഠിച്ചത് 4 കാര്യമുള്ളതെന്ന് ഓർക്കണം. അതിന് 2 ക്വസ്റ്റ്യനാണ് ഷുവറായിട്ട് ചോദിക്കുന്നത്. സോ അത് പഠിക്കുക, എന്നിട്ട് വേണം ഇന്നത്തെ ദിവസം കിടന്നുറങ്ങാൻ കേട്ടോ. റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണം. കുറച്ച് പേരൊക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, വളരെ സന്തോഷം. നാളെയും ഒക്കെ അവധിയുള്ളവരുണ്ട്, പഠിക്കുക കേട്ടോ. മാക്സിമം സമയം എടുത്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ഓർക്കുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ?